ഇനി വേറൊരു സംഗതി കൂടി പറയും, കുറച്ചുകൂടി രസകരമായ അല്ലെങ്കിൽ അധികം പേർക്ക് അറിയാൻ പാടാത്തത് ഞാനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എടാ ഡാഷേ, നീ അവിടെ നിന്ന് ജോലി ചെയ്തത് ഭാരതാംബയെ സേവിക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പൊന്നു സാറ്, 10 അല്ല 100 കൊല്ലം കേരള മുഖ്യമന്ത്രി ഇരുന്നാലും ഞാൻ ഈ ചില കത്തുകൾ പിൽക്കാലത്ത് രണ്ടുപേരുടെ മരണശേഷം കാണാനിടയുണ്ട്. അപ്പം ഇത് ഇവൻ മാപ്പെഴുതി കൊടുത്തേക്കുന്നത് വായിക്കാൻ ഭാഗ്യമുണ്ടായി. ഈ വി ഡി സതീശന് ഈ പുതുയുഗം എന്ന് പറയുന്നതിൻ്റെ ചില കാരണങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നത്, ഒന്ന് കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കും. വിഴിഞ്ഞം പോലെ തുറമുഖവും അതുപോലെ കൊച്ചി, പിന്നെ 16ഓളം ചെറിയ തുറമുഖങ്ങളൊക്കെ മൈനർ പോർട്ടിലൊക്കെ വലുതാക്കി, അതുപോലെ പുഴകളും തടാകങ്ങളൊക്കെ കൂട്ടി, ഇൻലാൻഡ് നാവിഗേഷനും ഒക്കെ കോസ്റ്റൽ ഷിപ്പിങ് ഇതൊക്കെ കൂട്ടി ഒരു ക്രൂസിന് പോകണമെങ്കിൽ ഇപ്പോൾ യൂറോപ്പിൽ പോകണ്ട, ഇവിടെ തന്നെ ടൂറിസത്തിനും ഒരു ഭാഗമാകും. പിന്നെ ഒരു കുറേയധികം തൊഴിൽ ലഭ്യമാകുന്ന ഒരു പരിപാടി, മത്സ്യബന്ധന ഫിഷറീസിൻ്റെ ഒരു കാര്യം, ഇതൊക്കെ ലിങ്ക് ചെയ്ത് ടൂറിസം ലിങ്ക് ചെയ്ത് ഇങ്ങനെ ഒരു തുറമുഖ നഗരമാക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി 2010 LDF സർക്കാരിൻ്റെ സമയത്ത്, അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയുടെ സമയത്ത് തുടങ്ങിയ ഒരു പദ്ധതി തന്നെയാണ്. അന്ന് ജിയോ ഇഷ്യൂ ആയിരുന്നു. കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതിയുടെ അനുമതിയൊക്കെ നൽകി. പിന്നീട് അത് പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഈ വിഴിഞ്ഞം പദ്ധതി മാത്രമേ നടന്നുള്ളൂ, ബാക്കിയൊന്നും നടന്നില്ല എന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വപ്നം തുറമുഖ നഗരമാക്കും കേരളത്തെ, ഇത്രയും തുറമുഖങ്ങളൊക്കെ കൂട്ടി ഈ ഫിഷറീസ് മേഖല. അപ്പോൾ തീരപ്രദേശത്തുള്ള എല്ലാവരും ഇങ്ങനെ വലിയ ഒരു അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതനിലവാരമൊക്കെ കുറേ ഉയരും. ടൂറിസം ഈ തീരപ്രദേശത്ത് കേന്ദ്രീകരിച്ച് വരുമെന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് നടപ്പാക്കാൻ പറ്റുമോ? അത് നടപ്പാക്കാൻ പറ്റുമെന്നുള്ള വേറെ ചോദ്യമാണ്. നടപ്പാക്കാൻ 5 കൊല്ലം കൊണ്ട് സാധിക്കുമെന്നുള്ള വേറെ ചോദ്യമാണ്. ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ, 2015 തുടങ്ങിയതായത് അല്ല, 2015 നമ്മൾ എൻവിസേജ് ചെയ്തതാണ്, നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ കൊച്ചി മെട്രോ അങ്ങനെയുള്ളൂ. പണ്ട് നാനായിരിക്കുമ്പോൾ സ്വപ്നം കണ്ടതാണ്. പക്ഷേ സ്വപ്നം യാഥാർത്ഥ്യമായത് ഉമ്മൻചാണ്ടി വന്നപ്പോഴാണ്. അത് തന്നെ ഒരു ഭാഗികമായിട്ടേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇപ്പോഴും അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ സ്വപ്നം കാണുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ തുടങ്ങി വയ്ക്കൽ, അത് ഒരു പരിധിവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അടുത്ത ഘട്ടമാണ്. ഇനി ഇതിപ്പോൾ സതീശൻ, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പുള്ളി തന്നെ തുറമുഖ വകുപ്പ് കയ്യിൽ വെച്ചിട്ടുണ്ട്. സാധാരണ മുഖ്യമന്ത്രിമാരെ തുറമുഖ വകുപ്പ് വയ്ക്കാറില്ല. ഏതെങ്കിലും ഈ ഡൂക്ലി ഏറ്റവും അപ്രസക്തരായ കടന്നപ്പള്ളി രാമേന്ദ്രൻ അല്ലെങ്കിൽ അഹമ്മദ് ദേവർകോവിൽ, ഇങ്ങനെയുള്ള പ്രതിഭകൾക്കാണ് കൊടുക്കുക. അവർ ഞാൻ മോശപ്പെടുത്തി പറഞ്ഞതല്ല, കാരണം അത്രയ്ക്കുള്ള MV രാഘവൻ പ്രകടനമായിരുന്നു. അതെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുക. ഇപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പ് ആയിട്ട് ഒരിക്കലും കണക്കാക്കിയിരുന്നില്ല. അപ്പോൾ അതിന് പുള്ളി ഒരു എംഫോസിസ് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതിൽ പ്രശ്നം കൃത്യമായിട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. ഇതൊക്കെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു മന്ത്രി വിചാരിച്ച ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ എറണാകുളത്തെ ദർബാർ ഹാളുണ്ട്. ദർബാർ ഹാളല്ല, ദർബാർ ഗ്രൗണ്ട്. അത് കാട് കയറി കിടന്നിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ വൃത്തിയായിട്ട് കിടക്കുന്നില്ലേ? അത് KV തോമസ് മാഷ് ടൂറിസം മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്തതാണ്. മാഷ് ഇതിങ്ങനെ കിടക്കേണ്ട വിഷമം തോന്നിയിട്ട് ചെയ്തായിരിക്കും. മാഷ് ഇതൊക്കെ ചെയ്യാനുള്ളൊരു ഇമാജിനേഷൻ ഉണ്ട്. KV തോമസിന് ആളുകൾ പല വിധത്തിൽ കുറ്റം പറയില്ല. ഞാനൊരിക്കലും അങ്ങനെ പറയില്ല. പുള്ളി കഴിവുള്ള ആളാണ്. പക്ഷേ ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ടൂറിസം മന്ത്രി സ്ഥാനത്ത് മാറേണ്ട വന്നു. 2001, 2004. അതുപോലെ KC വേണുഗോപാൽ, പിന്നെ KC വേണുഗോപാൽ വന്നു. അപ്പോൾ അദ്ദേഹം ആലപ്പുഴ MLA ആയിരുന്നു. ആലപ്പുഴയിലെ ഇപ്പം വീണ്ടും കുളവാഴ പിടിച്ച് കിടക്കുന്ന തോടുകൾ, കനാലുകൾ, അതൊക്കെ ക്ലിയർ ചെയ്ത് മാത്രമല്ല സൈഡൊക്കെ ഒന്ന് കെട്ടി. പക്ഷേ അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കഴിഞ്ഞു. അത് ഈ വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്ന സാധനം ഒരു പരിധി വരെ നടപ്പാക്കാൻ പറ്റുമായിരുന്നു. KC വേണുഗോപാൽ 5 കൊല്ലം മന്ത്രിയായിരുന്നു. പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നം, KC വേണുഗോപാൽ പിന്നെ ടൂറിസം മന്ത്രിയായിട്ട് വല്ല ആൾക്ക് ആലപ്പുഴയെ ബ്യൂട്ടിഫൈ ചെയ്യുന്ന താല്പര്യം ഉണ്ടാവില്ല. അയാൾ വല്ല കോഴിക്കോട് ജില്ലക്കാരനായിരിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് കുറച്ച് കാലം ഒരു ഫിക്സിറ്റി ഓഫ് ടെന്യൂർ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനം വേണം. ഇപ്പോൾ മന്ത്രിസഭയിൽ ഇതിൻ്റെ മുന്നണി മാറുന്നു, അല്ലെങ്കിൽ ആ മന്ത്രി മാറി വേറെ മന്ത്രി വരുമ്പോൾ സംഗതി പോയി. അപ്പോൾ ഒരാൾ തന്നെ ഇപ്പോൾ വി ഡി സതീശൻ 10 കൊല്ലം മുഖ്യമന്ത്രിയായിട്ടിരിക്കും, 10 കൊല്ലം അദ്ദേഹം തന്നെ തുറമുഖ വകുപ്പ് ഭരിക്കുകയും ചെയ്താൽ സാറി പറഞ്ഞ കാര്യം പ്രാവർത്തികമാകും. ഇനി വേറൊരു സംഗതി കൂടി പറയും, കുറച്ചുകൂടി രസകരമായ അല്ലെങ്കിൽ അധികം പേർക്ക് അറിയാൻ പാടാത്തത് ഞാനിടയ്ക്ക് 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു പ്രധാന ആരോഗ്യവകുപ്പ്, ടൂറിസമൊക്കെ പോട്ടെ, ഇത്രയല്ലേ ഉള്ളൂ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ആരോഗ്യവകുപ്പ് എന്ന് വെച്ചാൽ ഒരു EGN തൊഴുത്തായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഭേദമായി. EGN തൊഴുത്ത് വൃത്തിയാക്കിയതാരെന്നറിയോ? ആരുടെ സമയത്ത്? VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് മന്ത്രി ശ്രീമതി ടീച്ചറായിരുന്നു. ഈ ശ്രീമതി ടീച്ചറിൻ്റെ ശ്രമഫലമായിട്ടുള്ള അവരുടെ കൂടെയുള്ള ആളുകൾ, ഉഷ ടൈറ്റസ് ആയിരുന്നു എനിക്ക് കൊടുത്തത് ആരോഗ്യ സെക്രട്ടറി.
പിന്നെ ഏതൊക്കെയോ ഈ CPM-ൻ്റെ അകത്ത് തന്നെ കുറച്ച് ബുദ്ധിയും ബോധവും വിവേകമൊക്കെ ഉള്ള ആളുകൾ ഇവർക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. മന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടും മറ്റ് ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് ഈ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകളൊക്കെ മാറ്റിയത്. അതിനു മുമ്പ് മെഡിക്കൽ കോളേജ് ഇവിടുത്തെ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിന് അല്ലെങ്കിൽ DMOക്ക് ഡോക്ടർമാരുടെ മേൽ മാത്രം അധികാരം ഉണ്ടാകുന്നു. അവിടുത്തെ ഒരു പ്യൂണിന് കടലാസ് കൊടുക്കാൻ അവർക്ക് അധികാരമില്ല, DMOക്ക് അധികാരമില്ല. അത് വേറെ സ്ഥലത്ത് പോകണം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തത് അങ്ങനെയാണ്. അത് ക്ലാർക്കന്മാരും പ്യൂൺസും സമരം ചെയ്തു. അങ്ങനെ ഇവരുടെ വീട്ടിൽ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. പിന്നെ സ്പെഷ്യാലിറ്റി കേഡർ കൊടുത്തത് ശ്രീമതി ടീച്ചറുടെ സമയത്ത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആലപ്പുഴ പട്ടണത്തിൽ നിന്ന് ഇപ്പോൾ കാണുന്ന സ്ഥലത്തേക്ക് മറ്റേ നീർക്കുന്നത്തേക്കും ഒക്കെ മാറ്റിയത്, വണ്ടാരത്തേക്ക് മാറ്റിയത്. നീർക്കുന്നത്താണ് പഠിപ്പിക്കുന്നത്, വണ്ടാരത്താണ് ചികിത്സിക്കുന്നത്. അങ്ങോട്ട് മാറ്റിയതൊക്കെ ഈ സമയത്താണ്. അതൊക്കെ ഓരോ ഘട്ടത്തിലും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനൊക്കെ മറികടന്ന്. പക്ഷേ ഇത് ഈ ടീച്ചർക്ക് കിട്ടിയില്ല. അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കിട്ടി? 5 കൊല്ലം കഴിഞ്ഞപ്പോൾ സർക്കാർ മാറുന്നു, ശിവകുമാർ വന്നു. ശിവകുമാർ ഒരു പരിധിവരെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാവുന്ന അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളിയെ കൊണ്ട് പുതുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഉണ്ടായിരുന്ന സിസ്റ്റം മോശമാക്കാൻ ശ്രമിച്ചു, പരമാവധി ശ്രമിച്ചു. പക്ഷേ എന്നിട്ടും അത് തകർന്നില്ല. ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കിട്ടിയെന്ന് വെച്ചാൽ അടുത്ത മന്ത്രിസഭയിൽ വന്നത് നമ്മുടെ ശൈലജ ടീച്ചർ. മറ്റവരെ പോലെ അല്ലല്ലോ, ഇവരൊരു സീരിയസ് ലുക്കാണ്. അവരൊരു ഫിസിക്സ് ടീച്ചറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം അവർക്കുണ്ട്. ആളുകൾ വിചാരിച്ച് ഈ അപ്പോൾ ഇതിൻ്റെ ഗുണം അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശൈലജ ടീച്ചർ വന്നപ്പോഴാണ്. അപ്പോൾ ചെയ്തത് ശ്രീമതി ടീച്ചറുടെ സമയത്ത്, BScൻ്റെ സമയത്താണ്. ഗുണം കിട്ടിയത് പിണറായി സർക്കാരിൻ്റെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ മറ്റവർക്കാണ്. സംഗതി മനസ്സിലല്ലേ? ആളുകൾ ഇപ്പോഴും ആൾക്കാർ ശൈലജ ടീച്ചർ പോലെ ഒരു മഹതി കേരളത്തിൽ ആരോഗ്യവകുപ്പിലുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇത് വിതയ്ക്കുന്നവരല്ല കൊയ്യുന്നത്. പലപ്പോഴും ഇത് കൊയ്യുന്നതിലേക്ക് എത്തൂല. അതിന് മുമ്പ് തന്നെ അടുത്ത സർക്കാരിന് മുമ്പ് തന്നെ കടക്ക ചൂടുള്ള ഒരു വഴി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മുടെ കരുണാകരൻ്റെ മകൻ മുരളീധരനാണല്ലോ ആരോഗ്യ മന്ത്രി. കരുണാകരൻ്റെ മകള് BJPയിൽ ജോയിൻ ചെയ്തു 2 വർഷം മുമ്പോ മറ്റോ. അപ്പം ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകള് BJPയിൽ ജോയിൻ ചെയ്തു. അവർ മത്സരിച്ചിരുന്നു, തൃശ്ശൂർ മത്സരിച്ചു, പക്ഷേ 3-ാം സ്ഥാനത്തെത്തി. മകൻ ഇതിനു മുമ്പ് തൃശ്ശൂർ മത്സരിച്ചിട്ട് തോറ്റതാണ്. പക്ഷേ പലയിടത്തൊക്കെ മത്സരിച്ച് ജയിക്കുകയും തോക്കുകയൊക്കെ ചെയ്തു. പക്ഷേ തുടർച്ചയായിട്ട് കോൺഗ്രസിൽ നിന്ന് മാറുക എന്നൊരു ചിന്ത പോലും ഇല്ലാതെ മത്സരിച്ചു. വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ടഫായിട്ടുള്ള സ്ഥലത്തു നിന്ന് ജയിച്ചു. ഇപ്പോൾ മന്ത്രിയായി. അപ്പോൾ ഈ BJPയിലേക്ക് വന്നത് പത്മജയ്ക്ക് ഒരു ഗുണകരമായില്ല എന്ന് ചിലപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാം, ഇല്ലായിരിക്കാം. പക്ഷേ BJPയിലേക്ക് ഇനി ആളുകൾ വരുന്നത് കുറയുമായി ഈ ഒരു എക്സാമ്പിളിൽ നിന്ന്. അതുകൊണ്ടൊന്നുമല്ല. ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസ് വെറുത്തിട്ടാണ് പോകുന്നത്. കോൺഗ്രസ് എന്ന് മാത്രമല്ല, ഇപ്പം CPM എന്ന് CPI എന്നും പല ആൾക്കാർ പോകാൻ തുടങ്ങി അല്ലേ. വൈക്കം MLA ആയിരുന്നു MK കേശവൻ്റെ മകൻ. അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്നു പിന്നീട് MLA ആയ P നാരായണൻ. ഈ അജിത്ത് തന്നെ 2 തവണ വൈക്കത്തുനിന്ന് CPIയുടെ കാൻഡിഡേറ്റായിട്ട് ജയിച്ച് MLA ആണ്. അജിത്ത് ഒരു സുപ്രഭാതത്തിൽ BJPയിലേക്ക് പോയി. അപ്പോൾ ഇത് ചെറിയ മാറ്റമല്ല. CPI ന്നും CPM ന്നും വരെ ആളുകൾ പോകുന്നുണ്ട്. കോൺഗ്രസ്സുകാർക്കാണെങ്കിൽ നാട്ടികയിൽ സംഭവിച്ചു. നാട്ടികയിൽ അത് CPIയുടെ MLA ഇരിക്കുന്ന മുകുന്ദൻ CPI രാജിവെക്കാതെ MLA ആയിരുന്നുകൊണ്ട് തന്നെ BJP സ്ഥാനത്തായിട്ട് മത്സരിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഷോൺ ജോർജും PC ജോർജും പോയ പോലെ. അത് അതിൻ്റെ കാരണം വെച്ചാൽ ഓൾ ഓവർ ഇന്ത്യ BJP വളരെ ശക്തമാണ്. കോൺഗ്രസ് ശക്തമായിരുന്ന പോലെ ഇപ്പോൾ കോൺഗ്രസിൻ്റെക്കാളും ശക്തമായിട്ട് BJP വന്നു. കാരണം കോൺഗ്രസിനില്ലാത്തൊരു കെട്ടുറപ്പ് അഖിലേന്ത്യാ തലത്തിൽ BJPക്കുണ്ട്. പിന്നെ BJP സമ്പന്നമാണ്. അവർക്ക് ഒരുപാട് തന്ത്രങ്ങൾ അറിയാം. ഇങ്ങനെ ജനസ്വാധീനമുള്ള ആളുകളെ കണ്ടെത്തുക, അവരിങ്ങോട്ട് കൊണ്ടുവരിക. പത്മജ വേണുഗോപാലിനെ കുറിച്ച് നമുക്കല്ല ബഹുമാനമില്ലെന്നുള്ളൂ. വടക്കേ ഇന്ത്യ നോക്കുമ്പോൾ ആരാണ് അവിടെ? പത്മജയല്ല, ഡോക്ടർ വേണുഗോപാലിൻ്റെ ഭാര്യയുമല്ല. ആരാണ്? കരുണാകരൻ്റെ. കേരളത്തിൽ ഏറ്റവും പ്രബലമായ കോൺഗ്രസ് നേതാവായിരുന്ന 4 തവണ മുഖ്യമന്ത്രിയായ കരുണാകരൻ്റെ മകൾ BJPയിൽ ചേർന്നു. ഇത് തന്നെയാണ് അനിൽ ആൻ്റണിയുടെ കാര്യവും. അനിൽ ആൻ്റണിക്ക് യാതൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റില്ല നമുക്കറിയാം ഇല്ലേ. ഷോൺ ജോർജിൻ്റെ അല്ലെങ്കിൽ അനൂപ് ആൻ്റണിയുടെ പകുതി മതിപ്പ് അനിൽ ആൻ്റണിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പല ഇതുകളുണ്ട്, പരിമിതികളുണ്ട്. പക്ഷേ അവർ വിലമതിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നതാണ് ആൻ്റണിയുടെ മകൻ. ആൻ്റണി ആരാണ്? ഇല്ലേ, ഇന്ത്യ രാജ്യത്ത് കൈക്കൂലി പഠിക്കാത്ത
ഒരേ ഒരു കോൺഗ്രസ്സുകാരനാണ് ആന്റണി. മാത്രമല്ല ഡിഫൻസിന്റെ മിനിസ്റ്റർ. അതെ, അല്ല 3 തവണ കേരള മുഖ്യമന്ത്രി. അതെ, 33ാമത്തെ വയസ്സിൽ KPC പ്രസിഡന്റായി, 36 വയസ്സിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായി. ആദർശ ധീരനാണ്, എപ്പോൾ വേണമെങ്കിൽ രാജിവെക്കാൻ പാടില്ലാത്ത ആൾ, അധികാരം തോന്നി യാതൊരു പ്രഭവമില്ലാത്ത ഒരേ ഒരു കോൺഗ്രസ്സുകാരൻ. 3 തവണ കേരളത്തിൽ മുഖ്യമന്ത്രിയായി, അത്രയും ശക്തനായ. പിന്നെ 8 കൊല്ലം ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ആന്റണിയുടെ മകൻ ഒരു സുപ്രഭാതത്തിൽ BJP ചേർന്നു കഴിഞ്ഞാൽ അത് ആന്റണിക്കാണ്. ഇവര് വിലയിടുന്ന ആന്റണിക്കാണ്, അതുകൊണ്ട് മകനല്ല. മകൻ ഇത്രോളം നമുക്ക് ടോം പടക്കം മാറുന്ന പോലെയല്ല. മനസ്സിലായില്ലേ? അപ്പം ഇതില് ആ BJPക്കാര് ആ ഒരു സാധനമാണ്, കെയർ ഓഫാണ് നോക്കുന്നത്. കരുണാകരൻ്റെ മകൻ, ആന്റണിയുടെ മകൻ, ഉമ്മൻചാണ്ടിയുടെ മരുമകൻ അവിടെ സ്ഥാനാർത്ഥിയുടെ മത്സരിച്ചില്ലേ എന്ന പോലെ. അതൊക്കെ പക്ഷേ ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സിന് അഗെയിൻസ്റ്റാണ് BJP. അതായത് കുടുംബ പാരമ്പര്യം, കുടുംബ മഹിമ ഒന്നും BJP നോക്കത്തില്ല. പ്യുവർ ജനാധിപത്യമാണ്. അതിൽ ഒരു പ്രിവിലേജ് ഫാമിലിയിൽ നിന്ന് വന്നു എന്നുള്ളത് ആവരുത് എന്ന് പറയുന്ന ആദർശം എന്നൊക്കെ പറയുന്ന BJP ഈ AK ആന്റണിയുടെ മകനെ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്തിൻ്റെ പ്രഭാരിയാണ്. അവിടുത്തെ BJPയുടെ ഹെഡ് ഓഫീസിലെ ഒരു അതോറിറ്റിയാണ്. കരുണാകരൻ്റെ മകള് ഇപ്പോൾ ഏറ്റവും മത്സരിക്കാൻ ഇത് അവസരം കൊടുക്കുന്നു. അവർ വൈസ് പ്രസിഡന്റോ അല്ലെ നാഷണൽ ലെവലിൽ എന്തോ ആണ്. അല്ല, BJP ഡൈനാസ്റ്റി പൊളിറ്റിക്സിന് എതിരാണെന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയല്ല. അങ്ങനെയല്ല. അത് BJPയുടെ BJP അല്ല, അതിൻ്റെ പൂർവ്വരൂപമായിരുന്ന ജനസംഘത്തിൽ RSSലേക്ക് പഴയകാല നേതാക്കന്മാർ അവിവാഹിതരായി. അടൽ ബിഹാരി വാജ്പേയി ആണെങ്കിലും നാനാജി ദേശ്മുഖ്, അങ്ങനെയുള്ള നേതാക്കന്മാർ ഒക്കെ RSSൽ നിന്ന് വന്നവരാണ്, പ്രചാരകന്മാരായിട്ട് വന്നവർ. അപ്പോൾ അവർ അവിവാഹിതരായി. സ്വാഭാവികമായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ രാഷ്ട്രീയത്തിൽ വരില്ല. LK അദ്വാനി ആണെങ്കിലും വളരെ പ്രചാരകനായി വന്ന് കുറേ പ്രായമായതിനു ശേഷം കല്യാണം കഴിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ മക്കളൊന്നും ആ രീതിയിൽ രാഷ്ട്രീയത്തിൽ വന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതേ സമയത്ത് തന്നെ ഈ സിന്ധ്യ, ഹൗസ് ഓഫ് സിന്ധ്യ എന്ന് പറഞ്ഞാൽ രാജകുടുംബമാണ്, ഗ്വാളിയോർ. അവർ വരുന്ന സമയത്ത് തന്നെ അവർ പല പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടാണ് BJPയിലേക്ക് വരുന്നത്. ആര്? ഈ വിജയരാജ സിന്ധ്യ തന്നെ. വിജയരാജ സിന്ധ്യ വരുമ്പോൾ തന്നെ മകൻ മാധവറാവു സിന്ധ്യ കൂടെ ഉണ്ട്. മാധവറാവു പിന്നെ കോൺഗ്രസിലേക്ക് പോയി. മാധവറാവുവിൻ്റെ മകനാണ് നമ്മുടെ ജ്യോതിരാദിത്യ സിന്ധ്യ. അതുപോലെ സഹോദരിയാണ് 2 തവണ രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയായ വസുന്ധര രാജസിന്ധ്യ. അവരുടെ സഹോദരിയാണ് യശോധര രാജസിന്ധ്യ. ഇവരൊക്കെ ആ ഒരു പൊളിറ്റിക്കൽ ഫാമിലി തന്നെയാണ്. അപ്പോൾ അതൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഇപ്പോൾ ഈ നരേന്ദ്രമോദിയെ പോലെ അല്ലെങ്കിൽ വാജ്പേയിയെ പോലെ ഒക്കെ സർവ്വസംഘ പരിത്യാഗികളായിട്ട് അറിയപ്പെടുന്ന നേതാക്കൾ. അത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ടാണ്, RSS ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട്. പിന്നെ BJPയിൽ തന്നെ നമ്മളിപ്പോൾ പറയുമ്പോൾ വാജ്പേയി ഉള്ള സമയത്ത് വാജ്പേയി, അദ്വാനി, ജോഷി 3 പ്രബല നേതാക്കന്മാർ കഴിയില്ല. സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പ് ഏറ്റവും അധികം ഉണ്ടായിരുന്ന പാർട്ടിയല്ലേ BJP. എത്രയോ നേതാക്കന്മാർ ചെറുപ്പക്കാർ എന്ന് വെച്ചാൽ അടുത്ത ജനറേഷനിൽ, അന്നത്തെ കാലത്ത് മധ്യവയസ്കരായിരുന്ന എത്രയോ നേതാക്കന്മാരുണ്ട്. ഇവരൊക്കെ വളരെ പ്രോമിസിംഗ് ആയിരുന്നു. അരുൺ ജെയ്റ്റ്ലി, സുഷമ സ്വരാജ്, മനോഹർ പരീക്കർ, ഗോപിനാഥ് മുണ്ടെ, പ്രമോദ് മഹാജൻ, പിന്നെ അർജുൻ മുണ്ടെ. എല്ലാ സമുദായത്തിൽ നിന്ന്, പട്ടിക സമുദായത്തിൽ നിന്ന്, പട്ടികജാതിയിൽ നിന്ന്, ആദിവാസി വിഭാഗത്തിൽ നിന്ന് വരെ നമുക്ക് എണ്ണി പറയാവുന്ന നേതാക്കന്മാരുണ്ട്. പക്ഷേ ഇവരാരുമല്ല, ഇല്ലേ? അദ്വാനിയെ പിന്തുടർന്ന് രാഷ്ട്രീയത്തിൽ വന്നത് അവിടുത്തെ ഒരു VD സതീശനാണ്, നമ്മുടെ നരേന്ദ്രമോദി. വൈൽഡ് കാർഡ് എൻട്രിയാണ്. ഈ പറഞ്ഞ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഗുജറാത്തിലെ ഒരു നാട്ടുമ്പുറത്ത് ഒരു ചായക്കടക്കാരൻ്റെ മകൻ അധികാരത്തിന് വരികയാണ്. BJPയുടെ ഇപ്പോൾ നാഷണൽ പ്രസിഡന്റും അങ്ങനെ തന്നെ. 45 വയസ്സോ കൊടുന്നനെ വന്ന പ്രസിഡന്റ് ആയിരിക്കും. ഈ VD സതീശൻ്റെ അടുത്ത ഒരു കാഴ്ചപ്പാടല്ലേ വിഷൻ എന്ന് പറയുന്നത്, കേരളത്തിൽ കുട്ടികളിപ്പോൾ കൊല്ലം പുറത്തേക്ക് അമേരിക്കയ്ക്ക് പോകുന്നു, ജർമ്മനിക്ക് പോകുന്നു എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം വളരെ മോശമായതുകൊണ്ടാണ്, നമ്മുടെ കഴിഞ്ഞ 10 വർഷത്തെ അല്ലെ 10-20 വർഷമായിട്ടുള്ള ഒരു കുഴപ്പം കൊണ്ടാണ് എല്ലാവരും പോകുന്നത് എന്നുള്ളൊരു ധാരണയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് തുടങ്ങും. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കും. ഇവിടെ സയൻസ് വിദ്യാഭ്യാസം, സയൻസ് സെൻറ്റേഴ്സ് തുടങ്ങും. നമ്മുടെ KSSP ഒക്കെ പണ്ട് സയൻസ് ടു മാസമൊക്കെ നടത്തിയെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെ VD സതീശൻ പറയുന്നുണ്ട്. അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുമെന്ന് ശിവൻകുട്ടിയും പറഞ്ഞിരുന്നു, അവിടെ ബിന്ദുവും പറഞ്ഞിരുന്നതാണ്. VD സതീശൻ ഇപ്പോൾ പറയുന്നുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരും, ഇവിടെ ഒരു വലിയ വിദ്യാഭ്യാസ ഹബ്ബാകും, സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഇവിടെ ഉണ്ടാകും, ഇവിടെ നിന്ന് ആരും പുറത്തേക്ക് പോകേണ്ടി വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട് വലിയ ദോഷമുണ്ട്. കാരണം ഇവിടുത്തെ പണം മുഴുവൻ
വിദേശങ്ങളിൽ ഫീസായിട്ടും ഇവിടുത്തെ യാത്രയ്ക്ക് അപ്പനും പോകുന്ന അല്ലെങ്കിൽ ആയിട്ടൊക്കെ ഇവിടുത്തെ പണം കൊണ്ട് പോവുകയാണ്. അത് മാത്രമല്ല ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള വേറൊരു കാര്യം. അതെ അതെ. പക്ഷെ ഇവിടെ ബ്രെയിനും കൊണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റും, യാതൊരു പ്രയോജനമില്ല. അതെ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷിയുണ്ട്, ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, ആ രംഗത്ത് വളരെ പ്രഗത്ഭനാണ്. ഞാൻ ഇദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ പുള്ളിയെ ശകാരിക്കും. നിങ്ങൾ ഇത്തരം കഴിവ് വെച്ചിട്ട് ഇപ്പോൾ കോടതി കയറി കിടക്കാനുള്ളൂ, അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോയി അവർ നിങ്ങളെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അതിനും അതിന് പ്രാഗൽഭ്യമുണ്ട്, ബുദ്ധിയുണ്ട്, ഈ സബ്ജക്റ്റിൽ വളരെ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ട്. പക്ഷേ എന്താ കാര്യം, ഇയാൾ കേരളത്തിലെ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് പുള്ളിക്കും പ്രയോജനമില്ല, നാട്ടുകാർക്കും പ്രയോജനമില്ല, ശാസ്ത്ര ലോകത്തിനും പ്രയോജനമില്ല. അതെ. അപ്പോൾ അതാണ് പ്രശ്നം. ഇനി എൻ്റെ തന്നെ ഒരു അകന്ന ബന്ധു അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട സർവകലാശാല ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ഞാൻ ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് രാജ്യത്തേക്ക് വരികയാണ്, എനിക്ക് ഭാരതാംബയെ സേവിക്കണം. ഞാൻ പച്ചത്തെറി പുള്ളി കൊടുത്തു, ചേട്ടാ ഡാഷേ നീ അവിടെ നിന്ന് ജോലി ചെയ്തത് ഭാരതാംബയെ സേവിക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? അല്ലാതെ എന്ത് ചെയ്യണേ, ഇവന് മലയാളത്തിൽ സഭ്യമായ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ മലയാളത്തിൽ തെറിയുടെ ആവശ്യം ഇതാണ്. ചില സമയത്ത് നമുക്ക് സഭ്യമായ ശ്ലീലമായ ഭാഷയിൽ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും, തെറി ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഐഡിയ കൺവേ ചെയ്യാനാണല്ലോ പ്രധാനം. അപ്പം ചിലപ്പോൾ തെറി പറയേണ്ടി വരും. അപ്പം ഈ തെറി കേട്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഈ അവിടെ തന്നെ തുടരുന്നതാണ് നല്ലത്. ഇപ്പം നമ്മുടെ ഇതില് ഈ സതീശൻ ഇപ്പം സാറ് നേരത്തെ പറഞ്ഞല്ലോ, ഈ തുറമുഖം വികസിപ്പിക്കുന്ന തോടുകൾ, വിളക്ക് മരങ്ങൾ, അതൊക്കെ നല്ലതാണ്. അതൊക്കെ സതീശൻ വിചാരിച്ചാൽ നടക്കും. ഞാനിപ്പോൾ സതീശനെ കുറച്ച് പറയല്ല. സതീശൻ ഐഡിയ ഉള്ള ആളാണ്, ഇമാജിനേഷൻ ഉള്ള ആളാണ്. 5 കൊല്ലം 10 കൊല്ലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാമെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ പുള്ളി മെറ്റീരിയലൈസ് ചെയ്യും. അതിന് തുറമുഖ വകുപ്പ് കൂടെയുണ്ട്. 10 കൊല്ലം ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ അത് വേറെ കാര്യം. ഇരിക്കുകയാണെങ്കിൽ VD സതീശന് ചെയ്യാൻ പറ്റും. പക്ഷേ പൊന്നു സാറ് 10 അല്ല 100 കൊല്ലം കേരള മുഖ്യമന്ത്രി ഇരുന്നാലും ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നന്നാക്കാനോ സെൻറ്റർ ഓഫ് എക്സലൻസ് ഉണ്ടാക്കിയാൽ തന്നെ നന്നായിട്ട് നടത്താനോ VD സതീശനെ കൊണ്ടല്ല, ദേവേന്ദ്രനെ കൊണ്ട് പോലും പറ്റുകയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ 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 മോശപ്പെട്ട നിലയിലേക്ക് പോയി. അതിപ്പോൾ 10 കൊല്ലമായിട്ടല്ല, 5 കൊല്ലമായിട്ടല്ല, 50 കൊല്ലമായിട്ട് അത് മോശമായി. തിരുവിതാംകൂർ സംസ്ഥാനത്ത് CP രാമസ്വാമിയായിരുന്നു ഭരിക്കുന്ന കാലത്ത് എൻ്റെ അച്ഛന് കത്തുകൾ അയച്ചിരുന്നത് ഇംഗ്ലീഷിലാണ്, അച്ഛൻ മറുപടി അയച്ചിരുന്നത് ഇംഗ്ലീഷിലാണ്. ഞാൻ ഈ ചില കത്തുകൾ പിൽക്കാലത്ത് 2 വർഷം മരണശേഷം കാണാനിടയുണ്ട്. അത് നല്ല ഒന്നാം തരം ഇംഗ്ലീഷ്, ഇംഗ്ലീഷിലാണ്. ഇപ്പോഴത്തെ പിന്നെ മലയാളത്തിൽ ഇവിടെ ഈ നമ്മുടെ എറണാകുളം ജില്ലയിലെ ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥി കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടു. BSc ഫിസിക്സിൽ പഠിക്കുന്നവൻ, 2ാം വർഷ വിദ്യാർത്ഥി, കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടവൻ. പ്രിൻസിപ്പൾ അവൻ്റെ ഇത് ക്ഷമിച്ചു. UC കോളേജിലൊക്കെ അവർ ഡിമാറി. പക്ഷേ മറ്റ് ക്രിസ്ത്യൻ പാരമ്പര്യമുള്ള വേറൊരു കോളേജാണ്, വേറെപ്പെട്ട പ്രിൻസിപ്പളിൽ ക്ഷമിച്ചു. അന്നൊരു ദിവസത്തെ പരീക്ഷ പോയി, മറ്റന്നാണെങ്കിൽ 3 കൊല്ലത്തെ ഡിമാറാണ്. അപ്പം ഇവൻ മാപ്പെഴുതി കൊടുത്തേക്കുന്നത് വായിക്കാൻ ഭാഗ്യമുണ്ടായി. ഞാനിങ്ങനെ കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടു, തെറ്റുപറ്റി, ഇനി മേലി ചെയ്യില്ല, ഇത്രേ ഉള്ളൂ. 3 വായന 13 തെറ്റാണ് അതിൽ. ഏത് മലയാളത്തിൽ 3 വാചകം എഴുതിയ 13 തെറ്റ് പറഞ്ഞെങ്കിൽ അവൻ്റെ ഒരു ഇത് മനസ്സിലായില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് ഇവിടെ സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ ഒക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നടപ്പുള്ള കാര്യമല്ല. നമുക്ക് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല.